വിജയ് ധരിച്ചിരിക്കുന്ന ഈ സിൽവർ വള കണ്ടോ? അദ്ദേഹത്തിന് സ്വർണം വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ എവിടെ പോയാലും റെസ്പെക്റ്റ്, മണി, അട്രാക്ഷൻ, ലക്ക് എല്ലാം അവരെ പിന്തുടരുന്ന പോലെ തോന്നും. പക്ഷെ ചിലർ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവര് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. ചിലരുടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യും. ചിലരുടെ പ്രസൻസ് ആരും ഓർക്കുക പോലുമില്ല. കാരണം അവർക്ക് മാത്രം അറിയാവുന്ന ചില ചെറിയ റിച്വൽസ് ഉണ്ട്. മനസ്സിനെയും എനർജിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് അവര് എപ്പോഴും ചെയ്യാറുണ്ട്. ഇടത് കയ്യിൽ വെള്ളിക്കട ധരിക്കുന്നത് നിങ്ങളുടെ ചന്ദ്രനെ, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുകയും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് അങ്ങേയറ്റത്തെ സമ്പത്തും ശക്തിയും നേടാൻ നിങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ സിൽവർ മാത്രമല്ല, വലത് കയ്യിൽ ചെമ്പ് വള ധരിക്കുന്നതും ശരീരത്തിലെ ഊർജ പ്രവാഹം വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം ശാന്തമാക്കുകയും ചെയ്യുമെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത് സൂര്യശക്തിയുമായി ബന്ധപ്പെടുത്തി ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ കഴുത്തിൽ രുദ്രാക്ഷം ധരിക്കുന്നത് മനസ്സിലെ ഭയം കുറച്ച് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുമെന്ന് ആത്മീയ വിശ്വാസമുണ്ട്. അത് സയൻസ് തെളിയിച്ചതുമാണ്. ചിലർ ഇത് നെഗറ്റീവ് എനർജി അകറ്റാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. പോരാത്തതിന് കണ്ണേറ് ലഭിക്കാതിരിക്കാനും രുദ്രാക്ഷം സഹായിക്കാറുണ്ട്. രുദ്രാക്ഷം നല്ല രീതിയിൽ സൂക്ഷിക്കണം. രുദ്രാക്ഷം കഴുത്തിലിടുമ്പോൾ ഒരിക്കലും അതിൽ സോപ്പ് തട്ടാൻ പാടില്ല. നിങ്ങൾ രുദ്രാക്ഷം കഴുകുമ്പോൾ അത് എപ്പോഴും പാലിലോ വെണ്ണയിലോ മാത്രമേ കഴുകാൻ പാടുള്ളൂ. എന്നിട്ട് വേണം വെള്ളത്തിലിട്ട് അത് കഴുകാൻ. ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം അത് മുക്കി വെക്കാനും. കല്യാണം കഴിക്കുമ്പോഴാണ് മോതിരവിരൽ സാധാരണ സ്വർണം ധരിക്കാറുള്ളത്. അത് എന്തും കൊണ്ടാണ് സ്വർണം ധരിക്കുന്നത്? അത് ആകർഷണ ശക്തിയും സാമൂഹിക സ്വാധീനവും വർദ്ധിക്കുമെന്നാണ് ജ്യോതിഷപരമായിട്ട് ഇത് പറയാറുള്ളത്. ഇത് റെപ്യൂട്ടേഷൻ, ഫെയിം എന്നിവ വർദ്ധിപ്പിക്കാറുമുണ്ട്. ഇപ്പൊ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഫാഷനാണ് കാലിൽ കറുത്ത നൂല് ധരിക്കുന്നത്. മുംബൈയിലും ഡൽഹിയിലും ഒക്കെ വലത് കാലിൽ ചിലവര് കറുത്ത ചരട് ധരിക്കാറുണ്ട്. അത് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്കും അപ്രോച്ച് ചെയ്യാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ജ്യോതിഷപരമായിട്ടും പലരും കാലിൽ കറുത്ത നൂല് ധരിക്കാറുണ്ട്. അതായത് കണ്ണേറും അസൂയയും നെഗറ്റീവ് വൈബ്രേഷനും ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ഇന്ത്യൻ പരമ്പരാഗത വിശ്വാസം ഉണ്ട്. അതുപോലെ വീട്ടിൽ എപ്പോഴും ചെടി വളർത്തുന്നത് നല്ലതാണ്. ചെടിയില്ലാത്ത വീട്ടിൽ നല്ല ഓക്സിജൻ ശരിക്കും പറഞ്ഞാൽ ലഭിക്കാറില്ല. അതുകൊണ്ട് കുറേ പേര് മണി പ്ലാന്റ് വളർത്താറുണ്ട്. ഈ മണി പ്ലാന്റ് വളർത്തുമ്പോൾ ധനപ്രവാഹവും സാമ്പത്തിക സ്ഥിരതയും ആകർഷിക്കുമെന്നാണ് വസ്തുവിശ്വാസങ്ങളെ പറയാറുള്ളത്. പൊതുവെ വീട്ടിന്റെ മുന്നിൽ നിങ്ങൾ ഒരു 10 തെങ്ങ് വെക്കുകയാണെങ്കിലും മാങ്ങ വെക്കുകയാണെങ്കിലും അതൊക്കെ എടുത്തിട്ട് വിൽക്കുകയാണെങ്കിലും